ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ വന്നതെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയർ മോഡായിട്ടാണ്. ശരിക്കും മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ എന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടാൻ മൂടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫുട്ബോളിൻ്റെ വീഡിയോ ഇടാന്ന്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയർ മോഡിൽ നമ്മുടെ PC ഉണ്ടാവും. പിന്നെ നിങ്ങൾ പറയുന്ന ചില സെല്ലിങ്ങും ട്രാൻസ്ഫേഴ്സെല്ലാം നമ്മൾ നടത്തുന്നതായിരിക്കും. നമുക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലും കയറി എത്തിയിട്ടുണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ പേര് ഗോൾ സോക്കർ ചാമ്പ് എന്നാണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്കോഡ് സീനാക്കാം. ഒരു ട്രബിൾ അടുപ്പിച്ചെടുത്തിട്ട് ഞാൻ വേറൊരു കരിയർ മോഡ് തുടങ്ങും. ഇനി നമുക്ക് സ്കോഡ് നോക്കാം. സ്കോഡ് വലിയ ഗുണമൊന്നുമില്ല, അത്ര പോരാ, എന്നാലും രസമുണ്ട്. പിന്നെ ഡാലോട്ട്, മാർട്ടീനസ്, ഡിലൈറ്റ്, മസറാവി, കസമീറോ, ബ്രൂണോ ഫെർണാണ്ടസ്, ഉഗാഡെ, അമദ് ഡിയാലോ, റാസ്മസ് ഹോയ്ലൻഡ്, ഗർനാച്ചോ, പിന്നെ ഹാരി മഗ്വയർ ഉണ്ട്, മൈനോ ഉണ്ട്, സേക്കി ഉണ്ട്, റിക്സൺ ഉണ്ട്, ഷോ ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ലോണം കളിക്കുന്ന പ്ലേയേഴ്സാണ്. ബ്രൂണോ ഫെർണാണ്ടസിൽ ഏതാ സീനിയർക്ക് ബ്രൂണോ ഫെർണാണ്ടസിൽ. പക്ഷേ ഈ സ്കോഡിൽ നമുക്ക് കുറേ സൈനിങ്സ് എന്തായാലും എത്തിക്കണം. ഇനി നമുക്ക് കൊണ്ടുവരാനുള്ള സ്ഥലങ്ങളിടയില്ല എന്ന് വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് ബാക്ക്, സ്ട്രൈക്ക്, ഈ 3 പൊസിഷനാണ് ഇപ്പം എന്തായാലും ഞാൻ നോക്കുന്നത് മെയിനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്തായാലും ഡിലൈറ്റിനെയും വെക്കുന്നില്ല. ഫസ്റ്റ് ഞാൻ സേക്കിനെ വെക്കുകയാണ്. എനിക്ക് സേക്കിനെ വേണ്ട. ഓക്കെ, അത്യാവശ്യം പൈസ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു യങ്ങറിനെയാണ് അയക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ പറയുക. സ്ട്രൈക്കർ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ പറയുക സ്ട്രൈക്കർ. ഞാൻ എന്തായാലും ഒരു ലെഫ്റ്റ് ബാക്കിനെ തന്നെ ഫസ്റ്റ് എന്തായാലും സൈൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇപ്പം ഞങ്ങൾക്ക് ലെഫ്റ്റ് ബാക്കിൽ ഉഗാഡേനാണ് ആകെ കൊള്ളാമെന്നായിട്ട് തോന്നുന്നത്. 21 മില്യൺ കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാം. 21 മില്യൺ ആക്കി കഴിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഉഗാഡേനെ ഇറക്കിയിട്ട് ലൂക്ഷാനെ വെക്കാം. ലൂക്ഷാൻ എന്തായാലും വെക്കുകയാണ്. 16 എല്ലാം കിട്ടുമല്ലോ ലൂക്ഷാനായിട്ട്. പിന്നെ എറിക്സണ്ണെ വെക്കുകയാണ്. പിന്നെ ഹാരി മഗ്വയറിനെ വിട്ടു. ഇത്രയും സെല്ലിങ്ങാണ് ഞാൻ നടത്തുന്നത് ഈ സീസണിൽ. നമുക്ക് ടോപ്പ് 4 ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഒരു കൂടി സൈൻ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, നമുക്ക് DM വെച്ചാൽ മതിയാവും. നമുക്ക് ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളത് പ്ലെയറാണ്. ഈ ഒരൊറ്റ സീസണിലേക്കാണ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ബ്രൂണോ ഫെർണാണ്ടസ് അല്ലാണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് അത്യാവശ്യമുള്ളൊരു പ്ലെയർ മതി. നമുക്ക് 22 to 28. ഓക്കെ, ഡെലിമേറ്റ്സ് എല്ലാം അങ്ങനത്തെ പ്ലേയേഴ്സെല്ലാം ഉണ്ട്. മെക്ടോമിനെ നമുക്ക് പറ്റില്ല, കാരണം മെക്ടോമിന് നമ്മൾ വിറ്റ പ്ലെയറല്ല. ബട്ട് അതിനേക്കാളും നല്ല ഉഗാഡെ തന്നെയാണ്. ഓക്കെ, നമുക്ക് നമ്മളടുത്ത് എന്തായാലും നമുക്കൊരു സ്ട്രൈക്കറിനെ കൂടെ നോക്കി വെച്ചേക്കൊരു യങ്ങറല്ലേ. നിങ്ങൾ പറയുന്ന യങ്ങർ ഞാൻ സൈൻ ചെയ്യും. ഓക്കെ, മത്തിയസ് ടെൽ ഈസ് ഗുഡ്, ബട്ട് 76 സേക്കിൻ്റെ ഓവറിൻ്റെ അത്ര ഇല്ല.
ഓ എൻട്രിക്ക് 70 സെക്കൻഡ് ഓവറിലുള്ള എമർ. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും ഒരു സ്ട്രൈക്കും കൂടി എടുത്തിട്ട് നമുക്ക് അല്ലാണ്ട് നമുക്ക് ആ ലെഫ്റ്റ് വിങ്ങിലും കൂടി ഒന്ന് സ്ട്രൈൻ ചെയ്യും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല, എന്നാലും ഞാൻ പറയും. അതായത് എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. ഇത് തമാശയൊന്നുമല്ലല്ലോ. ലെഫ്റ്റിലെന്തായാലും നല്ല പ്ലെയേഴ്സ് കിട്ടുന്നില്ല. ഓക്കെ, എന്തായാലും ലെഫ്റ്റ് ബാക്ക് ഈ സീസണിലേക്ക് അടുത്ത സീസണിൽ യൂസ്ഫുൾ ആകുന്ന ഒരു പ്ലെയർ ആയിരിക്കും കർണാച്ചോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ലോൺ പ്ലെയറിനെ മതി. ലോണിലുള്ള എനിക്ക് പ്ലെയറിനെ കിട്ടിയാണ് നമ്മൾ ലോണിനൊരു പ്ലെയറിനെ കൊണ്ടുവരികയാണ്. അത് ലെഫ്റ്റ് വിങ് ഭാഗത്ത് 30 വയസ്സുള്ള ഏതൊരു കറാസോ എന്നുള്ളൊരു പ്ലെയർ നമുക്കെന്തായാലും നോക്കിയേക്കണം. പിന്നെ ആർസനലിൻ്റെ ഒരു പ്ലെയർ ഉണ്ട്. ഒറ്റനെ കിട്ടൂല, മറ്റോനെയും തരൂല. എന്തെന്ന് ഇനി നമുക്ക് എന്തായാലും ഈ കസാർഡോനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഈ വേറെ ആരെങ്കിലും കിട്ടിയെങ്കിലും അവനെ നമുക്ക് യൂസ് ചെയ്യാം. ഗ്യാസ് എന്തായാലും വെക്കൂല. ഓക്കെ, നമുക്ക് എന്തായാലും കസാർഡോനെ തന്നെ സൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ ഒരു സീസണിലേക്ക് മാത്രം ആണ്ട് 6 മില്യണിനെ കൊപ്പിക്കുക. കസാർഡോ എന്ന് പറഞ്ഞ പ്ലെയറിനെ സൈൻ ചെയ്യേണ്ട റീസൺ എനിക്കൊരു നല്ലൊരു ലെഫ്റ്റ് ബാക്കിനാണ്. അതായത് ഒരു ക്രോസിംഗ് എല്ലാം കൊടുക്കാൻ പറ്റിയ ലെഫ്റ്റ് ബാക്കുമാണ്. ഇനി ഒരു സൈനിങ് കൂടി എത്തിക്കാനുള്ള ആ ഒരു സ്ട്രൈക്കിങ് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയറിൻ്റെ പേര് പറയുക. അപ്പോൾ എന്തായാലും നമുക്കൊരു 3 മാച്ച് കളിക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ സൂപ്പർ കപ്പ് മത്സരം സേവ് ചെയ്ത് അങ്ങനെ ഒരെണ്ണം സേവ് ചെയ്തിട്ടുണ്ട്. ആളുണ്ടാന്ന് തോന്നുന്നു അടിച്ച്. ഓക്കെ, ഈസ് ഡ്രിബിളിങ് അഹമ്മദ് ഡിയാലോ സീയും കളിച്ചു 4-ാം മിനിറ്റിൽ. അത് കഴിഞ്ഞിട്ട് 8-ാം മിനിറ്റിൽ സിറ്റി വന്നിട്ട് ഒരു ഹാളണ്ടിൻ്റെ ഷോട്ട്, ഹാളണ്ടിൻ്റെ സീൻ ഷോട്ട് അത് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ വീണ്ടും അവർക്കെന്നെ ചാൻസ് നമ്മൾ ഡിഫെൻഡ് ചെയ്യണം. ഓക്കെ, വീണ്ടും സേവ് മരണമാസ്. ഈ ട്രോഫി എടുക്കാൻ പറ്റാൻ നോക്കാം നമുക്ക്. സൂപ്പർ കപ്പ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഓക്കെ, അവർക്ക് വീണ്ടും ഒരു ചാൻസ്. അത് ഹാളണ്ട് റണ്ണിങ്. ഓ ഒനാന ഈസ് എ വെരി ഗുഡ് കീപ്പർ. പാഷന് വേണ്ടിയാണ് ഈസ് എല്ലാവരും കളിക്കുന്നത്. പാഷന് വേണ്ടിയിട്ട്. പാഷൻ ഗൈസ്, പാഷൻ നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടെ. പാഷനാണ് മെയിൻ. ഒനാനയിൽ തീപ്പൊളി. ഓനോ ഓക്കെ കെസമീറോ. ഓക്കെ, അങ്ങനെ ആ ബോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സിറ്റി വാടിച്ച് എക്സ്ട്രാ ടൈം പോകും, നമുക്കത് പറ്റില്ല. ഓക്കെ, നമ്മളങ്ങനെ ജയിച്ചിരിക്കുകയാണ് ആ ഒരു ട്രോഫി. അത് സിറ്റീനെ തോൽപ്പിച്ചുകൊണ്ട് നല്ലൊരു സ്റ്റാർട്ടിങ് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളൊരു 500K കിട്ടി. പക്ഷെ 500K നമുക്ക് മറ്റേ 500 മില്യൺ കിട്ടണം. ഓക്കെ, ഇനി ഒരു ഫുൾഹാമിനോടുള്ള മത്സരം കളിക്കാം. ട്രാൻസ്ഫർ വിൻഡോ എന്തായാലും ഓപ്പൺ ആകുന്ന എന്തായാലും ഈ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ആകുന്നതിന് ഈ ഒരു എപ്പിസോഡ് നിർത്തണം. അല്ലെങ്കിൽ നമുക്ക് അടുത്ത സൈനിങ് ഹെൻറിക്കിനെ കൊണ്ടുവരാൻ പറ്റില്ല. അതൊക്കെ സീനായിട്ടൊരു ഗോൾ അടിച്ചു. ഞാൻ അത് പ്രതീക്ഷിക്കില്ല. കീപ്പറിന് ശരിക്കും അത് കിട്ടേണ്ടിയിരുന്നു. എന്തായാലും ഗോളായിട്ടുണ്ട്. ഓക്കെ, അഹമ്മദ് ഡിയാലോട്ട് പോയിട്ടുണ്ട്. അഹമ്മദായിരുന്നു കഴിഞ്ഞ കളിയും. ഈ അഹമ്മദ് ഡിയാലോൻ്റെ പ്രത്യേക അഹമ്മദിനെ റിയൽ ലൈഫിൽ സിറ്റിക്കെതിരെ ജയിപ്പിച്ച കളി. ആ ഒരു കളിയില്ലേനോ അമേരിക്കയിൽ ജയിപ്പിച്ച അഹമ്മദ് ഡിയാലോനെ മരണമാസം പെർഫോമൻസ്. ആ ഒരു കളി ശരി അതേ പെർഫോമൻസ് കൂടിയും കളിച്ചേക്കാണ് അഹമ്മദ്.
Okay, bro, Casado is running and pass to Hoyland, Rasmus Hoyland എന്ന് പറയാൻ എനിക്കില്ല. അപ്പോഴത്തേക്കും ബോൾ പോയി. ഹീസ് യങ് ഗൈസ്, ഹീസ് യങ്. ഇനി നമ്മളെന്തായാലും 2 സൈനിങ്സ് എത്തിക്കുകയാണെങ്കിൽ ആൻ്റണീനെ കൊണ്ടുവരുന്നത് നിങ്ങളുടെ എന്ത് അഭിപ്രായമുണ്ട്? ആൻ്റണീനെ തിരിച്ച് കൊണ്ടുവരുന്നുണ്ട് എനിക്ക്. നിങ്ങളെന്തായാലും പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ അടുത്ത സൈവ് നടത്തിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇനി കുറച്ച് മാച്ച് കളിച്ചിട്ട് നിർത്താം. അതായിരിക്കും ബെറ്റർ. കുറച്ച് മാച്ച് കളിച്ചിട്ട് ദാറ്റ് ഈസ് ബെറ്റർ. 2 മാച്ച് കൊടുക്കും. നമ്മളെന്തായാലും 2 മാച്ച് എന്തായാലും കളിക്കുന്നുള്ളൂ. 2 മാച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു എപ്പിസോഡ് എന്ത് ചെയ്യണം? കാരണം 11 മിനിറ്റ് കുറേ ആയി. 10 മിനിറ്റിന് മേലെയായി. 11 11 ഓ നോ, ബ്രൂണോ ഫെർണാണ്ടസിനൊരു യെല്ലോ കാർഡ്. ഓക്കെ, ഫുൾഹാമിന് ചാൻസ് കിട്ടി. നമുക്ക് യെല്ലോ കാർഡ്, റെഡ് കാർഡ്, സോറി യെല്ലോ കാർഡ്, റെഡ് കാർഡ്. 24 പേര് ചാൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചാൻസ് ഡിഫെൻഡായി. ഓക്കെ, 2-0. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബ്രൺഫോർഡിനെതിരെയുള്ള മത്സരം വിജയത്തിന് ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 5-ാം ഗോളിന് ബ്രൂണോ ഫെർണാണ്ടസ്. അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റൽ പാലസിനെതിരെ ഒരു 16 ജയമുണ്ടായിരുന്നു. ഓക്കെ കേസ്, നിങ്ങളെന്താ കമൻറ്റ് ഇടുക. ആരെ സൈൻ ചെയ്യണം, പിന്നെ ആൻ്റണിയെ സൈൻ ചെയ്യണമെന്നും കൂടി കമൻറ്റ് ഇടുക. ഓക്കെ, ബൈ ബൈ.